എട്ടാമത്തെ ശ്ലോകം കഴിഞ്ഞു അല്ലെ. രസോഹമപ്സു കൗന്ദേയ പ്രഭാസ്മി ശശിസൂരയോഹോ പ്രണവ സർവവേദേഷു ശബ്ദ ഖേ പൗരുഷം നൃഷു. അതാണ് നമ്മൾ പറഞ്ഞു നിർത്തിയത് അല്ല. എന്നെക്കുറിച്ചാണ് പറഞ്ഞു. അജിനോട് പറഞ്ഞു വെള്ളത്തില് രസം ഞാനാകുന്നു. ഓരോതിലെയും സൂക്ഷ്മ തത്വം എന്താണോ അത് ഞാനാണ് എന്ന് പറയുന്നു. വെള്ളത്തിലെ രസം ഞാനാണ്. അതുപോലെ ചന്ദ്രനിലും സൂര്യനിലുമുള്ള രൂപം ഞാനാകുന്നു. പിന്നെ വേദങ്ങളില് ഞാൻ ഓംകാരമാകുന്നു. ആകാശത്തിൽ ഞാൻ ശബ്ദമാകുന്നു. മനുഷ്യരിൽ ഞാൻ പൗരുഷമാകുന്നു. അല്ലെ, അതാണ് ഭഗവാൻ പറഞ്ഞു നിർത്തിയതാണ്. അപ്പോ പൗരുഷം എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ എന്താണ്? ആ സത്യം മനസ്സിലാക്കാനുള്ള ധൈര്യം, അതാണ് പറയുന്നത് അല്ലെ. അതിനെ കുറിച്ചാണ് പറയുന്നത്. എന്ന് പറഞ്ഞാൽ ബ്രഹ്മത്തെ മനസ്സിലാക്കാനുള്ള ബ്രഹ്മാവലോകന സാമർഥ്യം, അതാണ് പൗരുഷം എന്ന് പറയുന്നത്. അതാണ് സ്ത്രീ പുരുഷൻ എന്നുള്ള നിലയ്ക്കല്ല. ബ്രഹ്മസാക്ഷാത്കാരത്തിന് അതിനെ വിവേചനം ചെയ്ത് അതിനെ വിചാരം ചെയ്ത് അറിയാനുള്ള സാമർഥ്യം, അതാണ് പൗരുഷം എന്നുകൊണ്ട് ഉദ്ദേശിച്ചത്. അപ്പൊ അർജുനനെ പോലുള്ളവര് എന്താണ്, അർജുനന് ആൾറെഡി ആ ഒരു അനുഗ്രഹം കിട്ടിയിട്ടുണ്ട്, ആ ഒരു പൗരുഷം. അപ്പൊ ഇവിടെ അർജുനൻ അത് പാഴാക്കി കളയരുത് എന്ന് സൂചിപ്പിക്കുകയാണ്. അതാണ് പൗരുഷം നൃഷു എന്ന് പറയാനുള്ള കാരണം. അപ്പൊ ഇനി വേറെ ഉദാഹരണങ്ങൾ പറയുന്നുണ്ട് അല്ലെ. നിലനിൽപ്പിന്റെ ആ സൂക്ഷ്മ തലങ്ങളിലേക്ക് ഇറങ്ങിച്ചെന്ന് സത്യം എങ്ങനെയാണ് അന്വേഷിക്കേണ്ടത് അതിനെ കുറിച്ചാണ് പറയുന്നത്. അപ്പൊ വെള്ളത്തിൽ മാത്രം പുറമെ വെള്ളത്തിൽ അന്വേഷിച്ചാൽ കിട്ടില്ല. പിന്നെ വെള്ളത്തിലെ രസത്തിലേക്ക് കടന്നു ചെല്ലണം, ആ അനുഭവത്തിലേക്ക് കടന്നു ചെല്ലണം. അപ്പോഴാണ് സത്യത്തിലേക്ക് എത്താൻ പറ്റും. അപ്പൊ ഇനിയും ആ സൂക്ഷ്മതലങ്ങളിലേക്ക് ഇറങ്ങിച്ചെന്ന് ആ സത്യം അന്വേഷിക്കേണ്ട പ്രോസസ്സ് എങ്ങനെയാന്നുള്ളത് ഇനി അടുത്ത ശ്ലോകങ്ങളിലും പറയുന്നുണ്ട്. വേറെയും കുറെ ഉദാഹരണങ്ങൾ കൊണ്ട് പറയുന്നുണ്ട്. 9ാമത്തെ ശ്ലോകത്തില് അതാണ്. 9ാമത്തെ ശ്ലോകം ചൊല്ലിക്കോ. പുണ്യോ ഗന്ധ പൃഥിവ്യാം ച തേജശ്ചാസ്മി വിഭാവസോ ജീവനം സർവഭൂതേഷു തപശ്ചാസ്മി തപസ്വിഷു. അടുത്ത ശ്ലോകത്തിൽ പറയുന്നു പുണ്യോ ഗന്ധ പൃഥിവ്യാം ച തേജശ്ചാസ്മി വിഭാവസൗ ജീവനം സർവഭൂതേഷു തപശ്ചാസ്മി തപസ്വിഷു. പൃഥിവ്യാം പുണ്യഗന്ധോച്ച, ഭൂമിയുടെ സൂക്ഷ്മ തന്മാത്രയാണ് ഗന്ധം. അത് പുണ്യമാണ് എന്ന് പറയുന്നത്. എന്തുകൊണ്ടാണ് പുണ്യമാണ് എന്ന് പറയുന്നത്? അതിന് കാരണം പറയുന്നുണ്ട്. അതുപോലെ വിഭാവസു തേജഹ, അഗ്നിയില് ആ പ്രകാശമയമായ രൂപം ഞാനാണ്. സർവഭൂതേഷു ജീവനം, അപ്പോ എല്ലാ പ്രപഞ്ച ഘടകങ്ങളിലും അടങ്ങിയിരിക്കുന്ന പ്രാണശക്തി അത് ഞാനാണ് എന്ന് പറയുന്നു. തപസ്സിഷു തപ ച, തപസ്സികളില് തപസ് ഞാനാകുന്നു. അപ്പൊ എല്ലാം എന്റെ സൂക്ഷ്മതലത്തിലുള്ള ദ ബെസ്റ്റ് അതൊക്കെ ഭഗവാൻ അടിച്ചു മാറ്റുകയാണ് അല്ലെ. അതൊക്കെ ഞാനാണ് എന്ന് പറയാണ് ഭഗവാൻ. അപ്പൊ ഭൂമിയില് പുണ്യമായ ഗന്ധം ഞാനാണ്. അഗ്നിയില് ആ പ്രകാശം അല്ലെ, പ്രകാശമയമായ അഗ്നിയുടെ രൂപം അത് ഞാനാകുന്നു. അതുപോലെ എല്ലാ പ്രപഞ്ച ഘടകങ്ങളിലും ആ ജീവൻ അല്ലെ നിലനിർത്താൻ ഉതകുന്ന പ്രാണൻ അത് ഞാനാകുന്നു. തപസ്സികളില് തപസ് ഞാനാകുന്നു എന്നാണ് പറയുന്നത്. അപ്പൊ ഭൂമിയുടെ പരമമായ കാരണം അന്വേഷിച്ച് കണ്ടെത്തണം എന്നുണ്ടെങ്കിൽ പുറമെ ഭൂമിയിൽ മാത്രം അന്വേഷിച്ചുകൊണ്ട് കാര്യമില്ല എന്ന് പറയണം അല്ലെ. ഭൂമി ഭൗതിക തലത്തിലുള്ളതാണ്. അതില് പുറമെ അന്വേഷിച്ചുകൊണ്ട് കാര്യമില്ല. ഭൂമി മുഴുവൻ തെരഞ്ഞതുകൊണ്ട് കാര്യമില്ല. അതുകൊണ്ട് കണ്ടെത്താൻ പറ്റില്ല എന്നാണ് പറയുന്നത്. പിന്നെന്ത് വേണം? ഭൂമിയുടെ ആഴങ്ങളിലേക്ക് ചെല്ലണം. ആഴങ്ങളിലേക്ക് ചെല്ലണം പറഞ്ഞാൽ കുഴിയെടുത്തിട്ട് ആഴങ്ങളിലേക്ക് പോകലല്ല അല്ലെ, കിണർ ഒഴിക്കുന്ന പോലെ താഴേക്ക് പോകലല്ല. അതിന്റെ സൂക്ഷ്മ തന്മാത്ര, അതിന്റെ അനുഭവം അനലൈസ് ചെയ്യണം. അപ്പൊ ഭൂമിയുടെ സൂക്ഷ്മ തന്മാത്രയാണ് ഗന്ധം. അപ്പൊ ആ ഗന്ധത്തിന്റെ അനുഭവം അതിന്റെ പുറകെ പോകണം, അതിനെ അനലൈസ് ചെയ്യണം എന്നാണ് പറയുന്നത്. അപ്പോഴേ അത് കണ്ടെത്താനായിട്ട് സാധിക്കുള്ളൂ. അപ്പൊ ഈ ഗന്ധാനുഭവം എന്നുള്ളത് ആ സത്യത്തിലേക്കുള്ള ഒരു മാർഗം ചൂണ്ടിക്കാണിക്കുന്നു. അതാണ് അതിന്റെ, എന്തുകൊണ്ടാണ് അത് പുണ്യം എന്ന് പറയാനുള്ള കാരണം? അത് ആ സത്യത്തിലേക്ക് എത്തിക്കും. ആ ഗന്ധാനുഭവത്തിനെ പിന്തുടർന്ന് പോയി കഴിഞ്ഞാൽ ആ അനുഭവത്തിനെ അനലൈസ് ചെയ്ത് അതിനെ വിചാരം ചെയ്ത് ആഴങ്ങളിലേക്ക് പോകുമ്പോൾ അത് സത്യത്തിലേക്ക് എത്തും. അതുകൊണ്ടാണ് ഗന്ധം പുണ്യം എന്ന്. അത് ഗന്ധം മാത്രമല്ല, എല്ലാറ്റിലെയും ആ സൂക്ഷ്മ തന്മാത്ര പുണ്യമാണ്. കാരണം അതൊക്കെ നമ്മളെ ആ സത്യത്തിലേക്ക് അടുപ്പിക്കും, സത്യത്തിലേക്ക് നയിക്കും. അതുകൊണ്ടാണ് അത് പുണ്യഗന്ധം എന്ന് എടുത്തു പറയാനുള്ള കാരണം അതാണ്.
മറ്റുള്ളവരൊക്കെ ഉണ്ട്. ജലത്തിലെ രസം ഞാനാണ് പറഞ്ഞ അപ്പൊ രസം പുണ്യരസമാണ് എന്ന് വേണമെങ്കിൽ പറയാം. അങ്ങനെ ഓരോന്നിനെയും അങ്ങനെ കണക്കാക്കാം. കാരണം അതിലൂടെ ആ സൂക്ഷ്മ തന്മാത്രയിലൂടെ നമ്മൾക്ക് ആ എന്താണ് ആ സത്യത്തിലേക്ക് അടുക്കാനായിട്ട് നമ്മൾക്ക് സാധിക്കും. നേരത്തെ പറഞ്ഞു സൂര്യചന്ദ്രന്മാരുടെ പ്രകാശം രൂപം ഞാനാണ് എന്ന് പറഞ്ഞു. അതേപോലെ തന്നെയാണ് അഗ്നിയുടെ അല്ലെ ആ പ്രകാശമയമായ രൂപാനുഭവം അതിലൂടെ പോയി അത് ഞാനാണ് എന്നാണ് പറഞ്ഞത്. എന്ന് പറഞ്ഞാൽ ആ രൂപത്തെ അനുഭവിക്കുന്നതാരാണ്? ആ രൂപത്തെ അനുഭവിക്കുന്ന അനുഭോക്താവ് അല്ലെ, അതാണ് പരമസത്യം എന്ന് പറയുന്നത്. അപ്പൊ ആ അനുഭവിക്കുന്ന ആ ആളില്ലെങ്കിൽ പിന്നെ രൂപമില്ല. അഗ്നിക്ക് പിന്നെ രൂപം ഉണ്ടാവില്ല. അനുഭവിക്കുന്ന ആളുള്ളതുകൊണ്ടാണ് അതിന് രൂപം കിട്ടുന്നത്. അതുപോലെ സൂര്യചന്ദ്രന്മാരിലെ ദൃശ്യം രൂപം എന്ന് പറഞ്ഞു, അതും ആ അനുഭോക്താവില്ലെങ്കിൽ അനുഭവിക്കുന്ന ആളില്ലെങ്കിൽ പിന്നെ അതൊന്നും ഉണ്ടാവില്ല എന്നാണ് പറയുന്നത്. അപ്പൊ അതുകൊണ്ട് അത് സൂചിപ്പിക്കുന്നത് എന്താണ്? അനുഭവിക്കുന്ന ആള് തന്നെ സ്വയം രൂപമായി മാറിയിരിക്കുന്നു. ചന്ദ്രൻ സൂര്യൻ തുടങ്ങിയ ദൃശ്യങ്ങളായി പ്രത്യക്ഷപ്പെട്ടിരിക്കുന്നു. അത് അനുഭവിക്കുന്ന ആള് തന്നെയാണ്. അതാണ് യോഗം ദൃഷ്ടുവ സ്വരൂപേ അവസ്ഥാനം എന്ന് പറയാനുള്ള കാരണം. ദ്രഷ്ടാവിന്റെ സ്വരൂപത്തിൽ സ്ഥിതി ചെയ്യലാണ് യോഗം. അപ്പൊ ആ ദ്രഷ്ടാവ് തന്നെയാണ് യഥാർത്ഥത്തിൽ ദൃശ്യമായി മാറുന്നത്. ഇവിടെ വസ്തു ഒന്ന് മാത്രമേ ഉള്ളൂ. പക്ഷെ നമ്മൾക്ക് എന്താണ് അബദ്ധം പറ്റുന്നത് വെച്ചാൽ നമ്മൾ ദൃശ്യങ്ങളിൽ കുടുങ്ങിക്കിടക്കുകയാണ്. പുറമേയുള്ള ദൃശ്യങ്ങളിൽ കുടുങ്ങിക്കിടന്നു കഴിഞ്ഞാൽ ദ്രഷ്ടാവിലേക്ക് എത്താൻ പറ്റില്ല. അപ്പൊ അതിന്റെ സൂക്ഷ്മതലത്തിലേക്ക് ഇറങ്ങിച്ചെല്ലുമ്പോഴാണ്, സൂക്ഷ്മ തന്മാത്രകളിലൂടെ ഇറങ്ങിച്ചെല്ലുമ്പോഴാണ്, അതിനെ അനലൈസ് ചെയ്യുമ്പോഴാണ് ആ ദ്രഷ്ടാവിലേക്ക് എത്താൻ പറ്റുള്ളൂ. അപ്പൊ ഇവിടേതാണ് അനുഭോക്താവ് അല്ലെ, അത് അനുഭവിക്കുന്ന ആളാരാണ്, അയാളിലേക്കാണ് എത്തേണ്ടത് എന്നാണ് പറയുന്നത്. അപ്പൊ എല്ലാ പ്രപഞ്ച ഘടകങ്ങളെയും സൂക്ഷ്മ രൂപമാണ് പ്രാണൻ, പ്രപഞ്ച പ്രാണൻ എന്ന് പറയുന്നത്, അല്ലെങ്കിൽ കോസ്മിക് എനർജി എന്ന് പറയും. എല്ലാറ്റിനെയും സൂക്ഷ്മ ഘടകമാണ് കോസ്മിക് എനർജി എന്ന് പറയുന്നത്. അപ്പൊ അതുകൊണ്ട് ഈ പ്രാണ അനുഭവത്തെ നമ്മൾ പിന്തുടർന്നാലും ആ സത്യത്തിലേക്ക് എത്താൻ പറ്റും, പ്രപഞ്ചത്തിന്റെ സത്യം കണ്ടെത്താൻ പറ്റും എന്നാണ്. അപ്പൊ ഈ പ്രാണ സംയമൊക്കെ പരിശീലിക്കുന്നതിന്റെ ഉദ്ദേശം അതാണ് യഥാർത്ഥത്തിൽ. അതുപോലെ തപസ്സികളില് സത്യം എന്ന് പറയുന്നത് തപസ്സാണ്. കാരണം തപസ് എന്ന് പറയുന്നത് മനസ്സിന്റെ ഫോക്കസാണ്, മനസ്സിന്റെ ഏകാഗ്രതയാണ് തപസ്. അപ്പൊ ഈ തപസ് നേരിട്ട് സത്യത്തെ തെളിയിച്ചു കൊടുക്കുന്നു, അതാണ് പറയുന്നത്. അപ്പോ ഒരു വിത്തില് എങ്ങനെയാണ് വലിയൊരു വൃക്ഷം ഒളിഞ്ഞിരിക്കുന്നത് സൂക്ഷ്മ രൂപത്തില്, അതേപോലെ ഈ പ്രപഞ്ചമാകുന്ന വൃക്ഷം ഏത് സൂക്ഷ്മമായ വിത്തിലാണ് അടങ്ങിയിരിക്കുന്നത്, അതന്വേഷിച്ച് ചെല്ലുമ്പോ പരമാത്മാവായ എന്നെ കണ്ടെത്താൻ സാധിക്കും എന്നാണ് അടുത്ത ശ്ലോകത്തിൽ ഭഗവാൻ പറയുന്നത്. അല്ലെ, നമ്മളിപ്പോ ഒരു വിത്ത്, അതില് വലിയൊരു വൃക്ഷത്തിന്റെ എല്ലാ ഘടകങ്ങളും അതിനകത്ത് അടങ്ങിയിരിക്കണം സൂക്ഷ്മ രൂപത്തില്. വിത്തിൽ വൃക്ഷത്തിനെ കാണാൻ പറ്റില്ല, പക്ഷെ സൂക്ഷ്മ രൂപത്തിൽ അത് അടങ്ങിയിട്ടുണ്ട്. ആ വിത്താണ് പിന്നീട് വലിയ വൃക്ഷമായിട്ട് മാറുന്നത്. അപ്പൊ അതേപോലെ ഈ പ്രപഞ്ചമാകുന്ന വൃക്ഷം, പ്രപഞ്ചത്തെ മൊത്തത്തിലൊരു വൃക്ഷമായിട്ട് കണക്കാക്കാൻ പറ്റുകയാണെങ്കിൽ അതിനൊരു വിത്ത് ഉണ്ടാവും. ആ വിത്തിൽ നിന്നാണ് ഈ പ്രപഞ്ചവൃക്ഷം ഉണ്ടായിരിക്കുന്നത്. ആ വിത്ത് ഞാനാണ് എന്നാണ് പറയുന്നത്. അല്ലെ, എന്നിൽ സൂക്ഷ്മതലത്തിൽ ഇതെല്ലാം നിറഞ്ഞിരിക്കുന്നു, പരമാത്മാ പരബ്രഹ്മം. അടുത്ത ശ്ലോകം ചൊല്ലിക്കും, 10ാമത്തെ ശ്ലോകം ചൊല്ലിക്കും. അൺമ്യൂട്ട് ചെയ്ത് ചൊല്ലിക്കോളൂ. ബീജം മാം സർവഭൂതാനാം വിദ്ധി പാർത്ഥ സനാതനം ബുദ്ധിർബുദ്ധിമതാമസ്മി തേജസ്തേജസ്വിനാമഹം. അടുത്തതിൽ പറയുന്നു, ബീജം മാം സർവഭൂതാനാം വിദ്ധി പാർത്ഥ സനാതനം ബുദ്ധിർബുദ്ധിമതാമസ്മി തേജസ്തേജസ്വിനാമഹം. പ്രാർത്ഥന അർജുനോട് പറയുന്ന, അല്ലയോ അർജുന, പരമാത്മാവായ എന്നെ എല്ലാ പ്രപഞ്ച ഘടകങ്ങളിലെയും ആദി കാരണമാണെന്ന് അറിയൂ എന്ന് പറയാണ്. എല്ലാ പ്രപഞ്ച ഘടകങ്ങളുടെയും ആദി കാരണമാണ്, സനാതനമായ ആദി കാരണമാണ്. സനാതനം എന്ന് പറഞ്ഞാൽ ഒരിക്കലും നശിക്കാത്ത, എന്നും ഉള്ളത് എന്ന്. അപ്പൊ പരമാത്മാവായ എന്നെ എല്ലാ പ്രപഞ്ച ഘടകങ്ങളിലെയും
ആദി കാരണമാണ്, സനാതനമായ എന്നും നിലനിൽക്കുന്ന ആദി കാരണമായിട്ട് അറിയൂ. ബുദ്ധിശാലികളിലെ സൂക്ഷ്മ ബുദ്ധി ഞാനാണ് എന്ന് പറയും. അതുപോലെ തേജസ്വികളുടെ തേജസ് ഞാനാണ്. സനാതനം ബീജം എന്ന് പറയുന്നത് എന്ന് പറഞ്ഞാൽ പരമാത്മാവാണ്. ഈ പ്രപഞ്ചത്തിൽ എല്ലാ ഘടന എന്തെല്ലാം ഉണ്ടോ അതിന്റെ എല്ലാം ആദി കാരണം പരമാത്മാവാണ്. ആ ആദി കാരണം സനാതനമാണ്, അല്ലെ? അത് നശിക്കാത്തതാണ്, എന്നും ഉള്ളതാണ്. അപ്പൊ ഈ പ്രപഞ്ചം എന്താണ്? ഈ പ്രപഞ്ചം സ്ഥൂല രൂപത്തിലാണ് കണ്ടുകൊണ്ടിരിക്കുന്നത് നമ്മൾ, അല്ലെ? പ്രപഞ്ചം ഇങ്ങനെ സ്ഥൂല രൂപത്തിൽ അങ്ങനെ പെരുകി നിൽക്കുകയാണ്. അപ്പൊ അതിന് ഈ സ്ഥൂലമായ പ്രപഞ്ചത്തിന് എങ്ങനെയാണ് സൂക്ഷ്മമായ ബോധവസ്തു കാരണമാവുക, അല്ലെ? അങ്ങനെ ഒരു സംശയം വരാം. അപ്പൊ ബോധവസ്തു എന്ന് പറയുന്നത്, സത്യം എന്ന് പറയുന്നത് ഇന്ദ്രിയങ്ങൾക്ക് അറിയാൻ പറ്റുന്നില്ല, ഇന്ദ്രിയങ്ങളുടെ വിഷയമല്ല, അല്ലെ? ആ സത്യത്തിനെ കണ്ണുകൾ കൊണ്ട് കാണാൻ പറ്റില്ല, കാതുകൾ കൊണ്ട് കേൾക്കാൻ പറ്റില്ല, നാസിക കൊണ്ട് മണക്കാൻ പറ്റില്ല, രുചിക്കാൻ പറ്റില്ല, സ്പർശിക്കാൻ പറ്റില്ല. അതാണ് സത്യം, ബോധവസ്തു അതാണ്. അപ്പൊ ഇന്ദ്രിയങ്ങൾക്ക് വിഷയമല്ല ഈ ബോധസത്യം എന്ന് പറയുന്നത്. അപ്പൊ അങ്ങനെയുള്ള ആ കോൺഷ്യസ്നെസ്, ആ ബോധം എങ്ങനെയാണ് ഈ സ്ഥൂലമായി നിൽക്കുന്ന, അല്ലെ, ഇങ്ങനെ വിശാലമായിട്ട് ഇങ്ങനെ പരന്നു കിടക്കുന്ന, പെരുകി നിൽക്കുന്ന പ്രപഞ്ചത്തിന് എങ്ങനെയാണ് കാരണമായി തീരുക? അപ്പൊ ഇതെങ്ങനെയാണ് വിശ്വസിക്കാൻ പറ്റുക എന്നുള്ളത് സംശയം വരും. കാരണം ഈ പ്രപഞ്ചം എന്തുകൊണ്ട് വളരെ സ്ഥൂലമാണ്, പുറമേക്ക് ഇങ്ങനെ കണ്ടുകൊണ്ടിരിക്കുന്നു. അപ്പൊ ഈ സ്ഥൂലമായ പ്രപഞ്ചത്തിന് വളരെ സൂക്ഷ്മമായ ബോധം എങ്ങനെയാണ് കാരണമാണെന്ന് പറയുക? അതെങ്ങനെ വിശ്വസിക്കാൻ പറ്റും, അല്ലെ? ഇതൊരു സംശയം തോന്നാം. ഇതില് ഉപനിഷത്തില് ഒരു സന്ദർഭമുണ്ട്. ഛാന്തോക്യ ഉപനിഷത്തിൽ പറയുന്നുണ്ട്, ഉദ്ദാലക മഹർഷി തന്റെ പുത്രൻ ഉദ്ദാലക മഹർഷിയുടെ മകനാണ് ശ്വേതകേതു. അപ്പൊ ശ്വേതകേതുവിന് ഇതേ സംശയം ഉണ്ടായി എന്നാണ് പറയുന്നത്. എന്നാൽ ഈ സ്ഥൂലമായ പ്രപഞ്ചം എങ്ങനെയാണ് സൂക്ഷ്മമായ തത്വത്തിൽ അടങ്ങിയിരിക്കുന്നത്? കാരണം ഇത് വളരെ ഇങ്ങനെ തടിച്ച് പെരുകി കാണണ്ടല്ലോ. അപ്പൊ സൂക്ഷ്മതത്വത്തിൽ എങ്ങനെയാണ് അത് ഉൾക്കൊള്ളുക, അതിലെങ്ങനെയാണ് അടങ്ങിയിരിക്കുക എന്നൊരു സംശയം ചോദിച്ചു ശ്വേതകേതു തന്റെ പിതാവിനോട്, ഉദ്ദാലക മഹർഷിയോട്. അപ്പോ ഉദ്ദാലക മഹർഷി പറഞ്ഞു, അപ്പൊ ആശ്രമ പരിസരത്ത് ഒരു ആൽവൃക്ഷം നിൽക്കുന്നുണ്ട്, വലിയൊരു ആൽവൃക്ഷം, പടർന്ന് പന്തലിച്ചങ്ങനെ വലിയൊരു ആൽമരം നിൽക്കുന്നുണ്ടായിരുന്നു. അപ്പൊ മഹർഷി പുത്രനോട് പറഞ്ഞു, ശ്വേതകേതുവിനോട് പറഞ്ഞു, നീ പോയിട്ട് അതിൽ നിന്നൊരു കായ പറിച്ചുകൊണ്ട് വരുമെന്ന്. അപ്പൊ ശ്വേതകേതു പോയിട്ട് ഒരു ആൽവൃക്ഷത്തിന്റെ കായ പറിച്ചു കൊണ്ടുവന്നു. എന്നിട്ട് ആ കായ പൊളിക്കാൻ പറഞ്ഞു. അത് പിളർന്നു, ആ കായ പിളർന്ന്, അല്ലെ? ആൽവൃക്ഷത്തിന്റെ വിത്ത് കണ്ടിട്ടില്ലേ? അത് ഒരു ചിറക് പോലെ ഉണ്ടാവും അതിന്റെ ചുറ്റും. പക്ഷെ അത് പൊട്ടിച്ചു കഴിഞ്ഞാൽ ചെറിയ ചെറിയ തരികളാണ് അതിനകത്ത്, കടുകുമണി പോലെ ഉണ്ടാവും. അതാണ് അതിന്റെ വിത്ത് ശരിക്കും. അപ്പൊ അത് പൊളിച്ചു, അത് പൊളിക്കാൻ പറഞ്ഞു. പൊളിച്ചിട്ട് അതിൽ നിന്ന് ഒരു വിത്ത്, ഒരു തരി എടുക്കാനായിട്ട് പറഞ്ഞു. ഒരു തരി അത്രയും വലിപ്പമേ ഉള്ളൂ. എന്നിട്ട് പറഞ്ഞു, ആ തരി ഒന്ന് നീ പൊളിക്കൂ, എന്നിട്ട് അതിനകത്ത് എന്തെങ്കിലും ഉണ്ടോ എന്ന് പരിശോധിക്കാനായിട്ട് പറഞ്ഞു മകനോട്. അപ്പൊ ശ്വേതകേതു ആ ചെറിയ കടുമണി പോലത്തെ, അല്ലെ, അതിലും ചെറുതാണ്, അതിനെ പിളർന്നു. എന്നിട്ട് അതിനകത്ത് പരിശോധിച്ചു. നോക്കിയപ്പോ പ്രത്യേകിച്ച് ഒന്നും കാണാൻ പറ്റിയില്ല. അപ്പോ കണ്ണുകൊണ്ട് കാണാൻ പറ്റുന്നില്ല. പക്ഷെ ആ ചെറിയ തരിയുടെ ഉള്ളില് പ്രത്യേകിച്ചൊന്നും വിശേഷമായിട്ടൊന്നും കാണാനില്ല. ആ വിത്തിന്റെ ഉള്ളിലാണ് ഇത്രയും ശാഖകളായിട്ട് പടർന്ന് പന്തലിച്ച് നിൽക്കുന്ന ഒരു എന്താണ് ഇലയും പൂവും, അല്ലെ, ഒക്കെ നിറഞ്ഞ ആൽവൃക്ഷം ഒളിഞ്ഞിരിക്കുന്നത് ആ ഒരു തരി വിത്തിന്റെ ഉള്ളിലാണ് എന്ന് പറയാം. അല്ലെ, ആ ഒരു തരിയാണ്, ആ വിത്താണ് വളർന്ന് വലുതായി വലിയൊരു ആൽവൃക്ഷമായിരിക്കുന്നത്. ഒരു ആൽവൃക്ഷം ആ ഒരു ചെറിയ തരി വിത്തിന്റെ ഉള്ളിൽ ഒളിഞ്ഞെടുക്കണം. അതേപോലെ തന്നെ, അത് പക്ഷെ വിത്തിന്റെ ഉള്ളിൽ നമുക്കത് കാണാൻ പറ്റില്ല. അതേപോലെ തന്നെയാണ് ഈ സ്ഥൂലമായ പ്രപഞ്ചം സൂക്ഷ്മമായ ബോധസത്യത്തില് ഒളിഞ്ഞിരിക്കണമെന്നാണ് പറയുന്നത്. ഒളിഞ്ഞിരുന്നിട്ട് പിന്നെ അതിൽ നിന്ന് പ്രകടമാകണം. അപ്പോ സൂക്ഷ്മത്തില് സ്ഥൂലത്തിന് ഒളിഞ്ഞിരിക്കാൻ പറ്റും. അതാണ് സൂചിപ്പിക്കുന്നത് ഇവിടെ. സൂക്ഷ്മത്തില് സ്ഥൂലമായ എല്ലാം അടങ്ങിയിരിക്കുന്നു. അതാണ് ഈ ഒരു ഉദാഹരണം സൂചിപ്പിക്കുന്നത്. അതാണ് പറയുന്നത്. പക്ഷെ ഒരു വിത്ത് എങ്ങനെയാണോ വൃക്ഷമാകുന്നത് അതേപോലെയാണ് പരമാത്മാവ് പ്രപഞ്ചമായി മാറുന്നത് പറയാൻ പറ്റില്ല, അല്ലെ? വിത്ത് വൃക്ഷമാകുന്നത് വിത്തിന്റെ നിലനിൽപ്പ്
നശിച്ചിട്ടാണ്, അല്ലെ? വിത്തിന്റെ സ്ഥാനം പോയി, എന്നിട്ട് വൃക്ഷമായി മാറുകയാണ്. പക്ഷെ പ്രപഞ്ചം അങ്ങനെയല്ല, പരമാത്മാവിന്റെ സ്ഥാനമൊന്നും പോകണില്ല, അത് അങ്ങനെ തന്നെ നിലനിൽക്കുന്നുണ്ട്. അപ്പോ പ്രപഞ്ചം എന്ന് പറയുന്നത് മായാശക്തി പരമാത്മാവിൽ പ്രവർത്തിച്ചുകൊണ്ടാണ്. പക്ഷെ പരമാത്മാവിൽ യാതൊരു ദോഷവും വരുത്തിയിട്ടില്ല. വിത്ത് മുളച്ച വൃക്ഷമായി മാറുമ്പോൾ, ചെടിയായി മാറുമ്പോൾ വിത്ത് എന്നുള്ളതിന്റെ നിലനിൽപ്പില്ല, അത് അപ്രത്യക്ഷമായി, അത് നശിച്ചു പോകും, അല്ലെ? ശരിയല്ല? പിടികിട്ടുന്നുണ്ടോ? മനസ്സിലായോ? പിന്നെ വിത്തില്ല അവിടെ, വിത്ത് നശിച്ചുപോയി. പക്ഷെ ഇവിടെ വ്യത്യാസം, അതൊരു ഉദാഹരണം പറഞ്ഞേ ഉള്ളൂ. പക്ഷെ ഇവിടെ വ്യത്യാസം എന്ന് പറയുന്നത്, പരമാത്മാവിൽ മായാശക്തി പ്രവർത്തിച്ച് ഈ പ്രപഞ്ചത്തിന്റെ ദൃശ്യം കാണപ്പെടുമ്പോൾ പരമാത്മാവിൽ യാതൊരു മാറ്റവും സംഭവിക്കുന്നില്ല, അത് അങ്ങനെ തന്നെ നിൽക്കുന്നു. അതുകൊണ്ടാണ് അത് സനാതനം എന്ന് പറയാനുള്ള കാരണം. അത് വിത്തിനെ പോലെയല്ല, അതൊരു ഉദാഹരണം പറഞ്ഞെന്ന് മാത്രമേ ഉള്ളൂ. അപ്പോ ബുദ്ധിശാലികളായ ആളുകൾക്ക്, അവരുടെ സൂക്ഷ്മ ബുദ്ധിക്ക് ഈ പരമാത്മ സ്വരൂപത്തെ വളരെ വേഗത്തിൽ കണ്ടെത്താനായിട്ട് സാധിക്കും എന്നാണ് പറയുന്നത്. അപ്പോ കഴിഞ്ഞ അധ്യായത്തിൽ അത് പറയുന്നുണ്ട്, ഈ സത്യം എന്നുള്ളത് ബുദ്ധിക്ക് ഗ്രഹിക്കാൻ പറ്റുന്നതാണ് ഈ സത്യം എന്ന് പറയുന്നത്. അപ്പൊ അതുകൊണ്ടാണ് ബുദ്ധിമാന്മാരുടെ ബുദ്ധി ഞാനാണ് എന്ന് ഭഗവാൻ പറഞ്ഞിരിക്കുന്നത്. ബുദ്ധിമാന്മാരുടെ ബുദ്ധി ഞാനാണ്. അതേപോലെ തേജസ്വികളുടെ തേജസ് ഞാനാണ് എന്ന് പറഞ്ഞാൽ, ആരാണ് ഈ തേജസ്വികൾ എന്ന് പറഞ്ഞാൽ? തേജസ്വികൾ പറഞ്ഞാൽ ആത്മദർശനം കൊണ്ട് തേജസ്വികളായി തീരുന്നു ആളുകൾ എന്നാണ്. കാരണം ആത്മദർശനം ഉണ്ടാകുമ്പോൾ മനസ്സ് ചിത്തപ്രസാദം ഉണ്ടാവും. അപ്പൊ ആ ചിത്തപ്രസാദം സംഭവിച്ചു കഴിഞ്ഞാൽ പിന്നെ അവർ തേജസ്വികളായി മാറും. അപ്പൊ ആ പ്രശാന്തമായിട്ടുള്ള ഒരു തേജസ് എന്ന് പറയുന്നത് ആത്മാനുഭവത്തിന്റെ ഫലമാണ്, ആത്മനിഷ്ഠയുടെ ഫലമാണ് എന്ന് പറയുന്നത്. ആത്മനിഷ്ഠ കൊണ്ടുണ്ടാവുന്നതാണ് ആ തേജസ് എന്ന്. അപ്പൊ അതുകൊണ്ടാണ് തേജസ്വികളുടെ തേജസ് ഞാനാണ് എന്ന് പറയാനുള്ള കാരണം. അപ്പൊ ഇവിടെ ഇനിയും ആ സൂക്ഷ്മതലത്തിലേക്ക് പോകുന്ന ആ ഒരു പ്രക്രിയയാണ് ഇനിയും ഭഗവാൻ തുടരുന്നത്. അപ്പൊ 11ാമത്തെ ശ്ലോകം ചൊല്ലിക്കൂ. ബലം ബലവതാമസ്മി കാമരാഗവിവർജിതം ധർമാവിരുദ്ധോ ഭൂതേഷു കാമോസ്മി ഭരതർഷഭ. അടുത്ത ശ്ലോകത്തിൽ പറയുന്നു, ബലം ബലവതാം ചാഹം കാമരാഗവിവർജിതം ധർമാവിരുദ്ധോ ഭൂതേഷു കാമോസ്മി ഭരതർഷഭ. അടുത്ത ശ്ലോകത്തിൽ ഭരതർഷഭ, ലയോ അർജുന, അർജുനോട് പറയാം, ബലവതാം എന്നാൽ ബലവാന്മാരുടെ, കാമരാഗ വിവർജിതം എന്ന് പറഞ്ഞാൽ കാമരാഗങ്ങളെയൊക്കെ നിയന്ത്രിച്ച് ആ ഉറച്ച ദൃഢബുദ്ധിയോടുകൂടി സ്വധർമ്മം അനുഷ്ഠിക്കാനുള്ള സാമർഥ്യം, ബലം സാമർഥ്യം, അത് ഞാനാവുന്നു എന്നാണ്. അപ്പൊ അവരെയാണ് ബലവാന്മാരെന്ന്. ആരെയാണ് ബലവാന്മാരെന്ന് പറയുന്നു? കാമരാഗങ്ങളെയൊക്കെ നിയന്ത്രിച്ച് ദൃഢബുദ്ധിയോടുകൂടി, കമ്മിറ്റ്മെന്റോടുകൂടി സ്വധർമ്മം അനുഷ്ഠിക്കാനുള്ള കഴിവുള്ളവരാണ് ബലവാന്മാർ. അപ്പൊ ബലവാന്മാരിലെ ആ സ്വധർമ്മം അനുഷ്ഠിക്കാനുള്ള സ്കിൽ, ആ സാമർഥ്യം, അത് ഞാനാണ്. അതേപോലെ ജീവികളില് ആത്മസാക്ഷാത്കാരത്തിന് തടസ്സമില്ലാത്ത രീതിയിൽ ലൗകിക സുഖങ്ങൾ അനുഭവിക്കാനുള്ള ആഗ്രഹം, അത് ഞാനാകുന്നു എന്നാണ് പറയുന്നത്. ലൗകിക സുഖങ്ങൾ അനുഭവിക്കരുതെന്ന് പറഞ്ഞിട്ടില്ല, അനുഭവിക്കാം. പക്ഷെ അനുഭവിക്കുമ്പോൾ അത് ആത്മസാക്ഷാത്കാരത്തിന് തടസ്സമുണ്ടാവാത്ത രീതിയിലാവണമെന്നേ മാത്രമേ. അതെങ്ങനെയാണെന്നുള്ളത് തുടർന്ന് വിവരിക്കുന്നുണ്ട്, തുടർന്ന് അതിനെക്കുറിച്ച് പറയുന്നുണ്ട്. ഓക്കെ. അപ്പൊ എന്താണ് ഇത് പറയാനുള്ള കാരണം? ബലവാന്മാരുടെ സ്വധർമ്മം അനുഷ്ഠിക്കാനുള്ള സാമർഥ്യം ഞാനാണ്. കാമരാഗങ്ങളിലൊന്നും കുടുങ്ങാതെ, അല്ലെ, ആ കമ്മിറ്റ്മെന്റോടുകൂടി സ്വധർമ്മം അനുഷ്ഠിക്കാനുള്ള സാമർഥ്യം, ആ കഴിവ് ഞാനാണ്. അതുപോലെ ജീവികളില് ആത്മസാക്ഷാത്കാരത്തിന് തടസ്സമുണ്ടാവാത്ത രീതിയിൽ ലൗകിക സുഖാഭിലാഷം, അത് ഞാനാണ് എന്ന് പറയാം. അപ്പൊ കർമ്മയോഗം എന്ന് പറഞ്ഞാൽ എന്താണ്? കർമ്മയോഗം എന്ന് പറഞ്ഞാൽ ഫലത്തോട് അറ്റാച്ച്മെന്റ്, ഫലത്തോട് സംഘമില്ലാതെ ഈശ്വര സ്മരണയോടുകൂടി ഈശ്വര ബുദ്ധി പുലർത്തി സ്വധർമ്മം അനുഷ്ഠിക്കലാണ് കർമ്മയോഗം എന്നത്. തിരിച്ചൊന്നും പ്രതീക്ഷിക്കാതെ ആ ലക്ഷ്യബോധം അർപ്പിച്ചുകൊണ്ട്, സത്യം എന്താണ്, സത്യബോധം ഉൾക്കൊണ്ട് ലക്ഷ്യബോധം അർപ്പിച്ച് ഫലത്തിനോട് ഇച്ഛയില്ലാതെ തന്റെ സ്വധർമ്മം അനുഷ്ഠിക്കുന്നതാണ് കർമ്മയോഗം എന്ന് പറയുന്നത്. അപ്പൊ ഈ കർമ്മയോഗത്തിനുള്ള ഫലമുണ്ടായി കഴിഞ്ഞാൽ ആത്മസാക്ഷാത്കാരം സാധ്യമാണ്. അത് ഗീത പ്രധാനമായിട്ടും പറയുന്നുണ്ട്.
അല്ലെ? കർമ്മയോഗം അനുഷ്ഠിക്കുകയാണെങ്കിൽ അതിലൂടെ ആത്മസാക്ഷാത്കാരം നേടാനായിട്ട് സാധിക്കുന്നത്. അപ്പൊ അതുകൊണ്ടാണ് ബലവാന്മാരില് ബലം ഞാനാണ് എന്ന്, കാമരാഗ വിവർജിതമായ എന്ന് പറഞ്ഞാൽ ഒന്നിനോട് സംഘമില്ലാതെ ഉള്ള ബലം ഞാനാണെന്ന് പറഞ്ഞിരിക്കുന്നതാണ്. അതേപോലെ തന്നെ ലൗകികമായ സുഖങ്ങള് അല്ലെങ്കിൽ ലൗകികമായ ആഗ്രഹങ്ങള് ഇതൊന്നും അരുത് എന്ന് പറഞ്ഞിട്ടില്ല. ലൗകിക കാമങ്ങളൊക്കെ ആവാം. പക്ഷെ എന്തിനു വേണം അത് അനുഭവിക്കുക വെച്ച് കഴിഞ്ഞാൽ ഉള്ളിലുള്ള വാസനയെ ക്ഷയിപ്പിക്കുന്ന രീതിയിൽ അതാണ് ലക്ഷ്യമാക്കിയിട്ട് ആ ലൗകിക സുഖം അനുഭവിക്കുകയാണെങ്കിൽ അത് ആത്മസാക്ഷാത്കാരത്തിലേക്ക് നയിക്കും. മനസ്സിലാവുന്നുണ്ടോ? ശ്രദ്ധിച്ചു കേൾക്കണം. ഇവിടെ ലൗകിക സുഖങ്ങൾ ഒന്നും അനുഭവിക്കരുതെന്ന് പറഞ്ഞിട്ടില്ല, അല്ലെ? ഗുരുദേവം അതാണ് പറയാറുള്ളത്, ഈ ലോകം എന്നുള്ളത് നമ്മൾക്ക് ആസ്വദിക്കാനുള്ളതാണ്. പക്ഷെ എന്ത് വേണം? ആസ്വദിച്ച് അവസാനിപ്പിക്കൂ എന്നാണ് പറയാറുള്ളത്. നമ്മളുടെ പ്രശ്നം എന്താ? അവസാനിപ്പിക്കാൻ പറ്റുന്നില്ല എന്നുള്ളതാണ്, അല്ലെ? ആസ്വദിക്കുന്നുണ്ട് നമ്മള്, പക്ഷെ വീണ്ടും വീണ്ടും അതിന്റെ പിന്നാലെ ഓടിക്കൊണ്ടിരിക്കുക. അവിടെയാണ് നമുക്ക് പ്രശ്നം. ഇത് ആസ്വദിക്കണം എന്നുള്ള തോന്നൽ വരാനുള്ള കാരണം എന്താണ്? അത് അതിന്റെ വാസന നമ്മുടെ ഉള്ളിലുള്ളത്. അപ്പൊ അത് ആസ്വദിച്ച് അവസാനിപ്പിക്കുകയാണെങ്കിൽ ആ വാസന അതോട് ക്ഷയിച്ചു പോകും. മനസ്സിലാവുന്നുണ്ട്? പിടികിട്ടിയ വാസന അതോട് ക്ഷയിച്ചു പോകും. അപ്പോ ലൗകികമായ കാമങ്ങള്, ലൗകിക സുഖങ്ങള് ഒക്കെ അനുഭവിക്കാമാവാം. പക്ഷെ ആ ഉള്ളിലുള്ള വാസനയെ ക്ഷയിപ്പിക്കണം എന്നുള്ള ലക്ഷ്യത്തോട് കൂടിയിട്ടാണ് അത് അനുഭവിക്കുന്നതെങ്കിൽ അത് തന്നെ ആത്മസാക്ഷാത്കാരത്തിലേക്ക് വഴിതെളിക്കും എന്നാണ് അവർ. കാരണം ആ വാസന അങ്ങോട്ട് പോയി കിട്ടും, ആത്മസാക്ഷാത്കാരത്തിലേക്ക് എത്തും. പക്ഷേ ഈ ലൗകിക സുഖം അനുഭവിക്കാനാണ് ഞാൻ ജീവിച്ചിരിക്കുന്നത് എന്നുള്ള ധാരണയില് അതാണ് എന്റെ ജീവിതത്തിൽ ലക്ഷ്യം എന്ന് കരുതലും മുഴുകിപ്പോയാലാണ് പ്രശ്നം. അല്ലെ? ഞാൻ ജീവിക്കുന്നത് കുറെ പണം ഉണ്ടാക്കാനും സുഖം അനുഭവിക്കാനാണോ എന്നുള്ള ധാരണയിൽ ജീവിക്കുമ്പോഴാണ് അതിൽ നമ്മൾ പെട്ടുപോകുക. അതിൽ മുഴുകി പോകാൻ പാടില്ല എന്നാണ്. അപ്പൊ പിന്നെ രക്ഷപ്പെടാനായിട്ട് പറ്റില്ല. അപ്പൊ അതുകൊണ്ടാണ് ഇവിടെ പറഞ്ഞിരിക്കുന്നത് ധർമ്മത്തിന് വിരുദ്ധമല്ലാത്ത കാമം ഞാനാണ് എന്ന് ഭഗവാൻ പറയാനുള്ള കാരണം. ധർമ്മത്തിന് എതിരല്ലാത്ത കാമം അത് ഞാനാണെന്ന് ഭഗവാൻ പറയാനുള്ള കാരണം അതാണ്. അപ്പൊ ഇവിടെ സൂക്ഷ്മാനുഭവങ്ങളിൽ തന്നെ ചിലതിനെയാണ് എടുത്തു പറയുന്നുള്ളൂ. യഥാർത്ഥത്തിൽ ശരിക്കും പറഞ്ഞാൽ ചിലതിനെ പറഞ്ഞിട്ടുള്ളൂ എങ്കിലും എല്ലാറ്റിനും കാരണമാണ് പരമാത്മാവ് എന്ന് പറഞ്ഞു, അല്ലെ? സർവകാരണമാണ്, പരമകാരണമാണ് പരമാത്മാവ്. അപ്പൊ അങ്ങനെയാണെങ്കിൽ ചിലത് മാത്രം ഇവിടെ പറഞ്ഞിട്ടില്ലെങ്കിൽ എല്ലാറ്റിനും കാരണം ആ പരമാത്മാവ് തന്നെയാണ്. മനസ്സിലായോ? അപ്പൊ ഇതുവരെ പറഞ്ഞത് ആ വ്യക്തമായ ആത്മാനുഭവത്തിലേക്ക് ചൂണ്ടിക്കാണിക്കുകയാണ്. അത് സൂചിപ്പിക്കുന്ന രീതിയിലാണ് എല്ലാ ഭാവങ്ങൾക്കും ആദി കാരണം ഞാൻ തന്നെയാണ് എന്ന് പറയണം. എല്ലാ ഭാവങ്ങൾക്കും ആദി കാരണം ഞാൻ തന്നെയാണെന്ന് അടുത്ത ശ്ലോകത്തിൽ ഭഗവാൻ സൂചിപ്പിക്കുകയാണ്. അവിടെ 12ാമത്തെ ശ്ലോകം അതും കൂടി പറയാം. അൺമ്യൂട്ട് ചെയ്തോളൂ. യേ ചൈവ സാത്വികാ ഭാവാ രാജസാസ്താമസാശ്ച യേ മത്ത ഏവേതി താൻ വിദ്ധി നത്വഹം തേഷു തേ മയി. അടുത്ത ശ്ലോകത്തിൽ പോകും. യേ ചൈവ സാത്വികാ ഭാവാഹ രാജസാസ്താമസാശ്ചയേ മത്ത ഏവേതി താൻ വിദ്ധി നത്വഹം തേഷു തേ മയി. അടുത്ത് പറയണോ? ഏഷ ഏവ ഏതേതൊക്കെയാണോ സാത്വിക ഭാവ, സാത്വികമായ ഭാവങ്ങൾ എന്ന് പറഞ്ഞാൽ സത്വഗുണപ്രധാനങ്ങളായ ഭാവങ്ങൾ ഏതൊക്കെയാണോ? അപ്പൊ സത്വഗുണത്തിന്റെ പ്രാധാന്യമുള്ള ഭാവങ്ങളുണ്ട് നമ്മളുടെ ഉള്ളിൽ. അതെന്തൊക്കെയാണോ? താമസാച്ച ഏ രാജസ താമസാച്ച എന്ന് പറഞ്ഞാൽ രജോ ഗുണപ്രധാനമായിട്ടുള്ള ഭാവങ്ങളുണ്ട്, അതുപോലെ തമോ ഗുണപ്രധാനമായ ഭാവങ്ങളുണ്ട്. അതെന്തൊക്കെയാണോ അതൊക്കെ എന്നിൽ നിന്ന് തന്നെയാണ് ഉണ്ടായത് എന്ന് പറയാം. ഒന്നിനോട് ദേഷിക്കേണ്ട ആവശ്യമില്ല, എല്ലാം ഭഗവാൻ തന്നെ. ഇതി വിധി ഇത് അറിയൂ എന്നാണ് പറയുന്നത്. പക്ഷെ അഹം തുന്ന തേഷു എന്ന് പറഞ്ഞാൽ ഞാൻ പൂർണ്ണമായിട്ടും അതിലില്ല, അതൊക്കെ എന്നിലാണ് എന്നാണ് പറയുന്നത്. ആ ഭാവങ്ങളൊക്കെ എന്നിലാണ്, പക്ഷെ ആ ഭാവങ്ങളിൽ പൂർണ്ണമായിട്ട് ഞാനില്ല. എന്താണ് അത് പറയാൻ കാരണം? ഇപ്പൊ സത്വഗുണപ്രധാനമായ ഭാവങ്ങൾ എന്തൊക്കെയാണോ? നമുക്ക് 3 തരത്തിലുണ്ട്, 3 ഗുണങ്ങളുണ്ട്: സത്വഗുണം, രജോ ഗുണം, തമോ ഗുണം. ഇത് ഓരോ ഗുണത്തിനനുസരിച്ചും ഭാവങ്ങളിൽ വ്യത്യാസമുണ്ട്. അപ്പൊ സത്വഗുണപ്രധാനമായ ഭാവങ്ങൾ ഏതൊക്കെയാണോ, അതേപോലെ രജോ ഗുണം ഡോമിനേറ്റ് ചെയ്യുമ്പോൾ എന്തൊക്കെ ഭാവങ്ങളാണ് ഉണ്ടാവുക, തമോ ഗുണം വർദ്ധിക്കുമ്പോൾ എന്തൊക്കെ ഭാവങ്ങളാണ് ഉണ്ടാവുക, അത് ഏതൊക്കെയാണോ
ആ ഭാവങ്ങളൊക്കെ എന്നിൽ നിന്ന് തന്നെയാണ് ഉണ്ടായിരിക്കുന്നത് എന്ന് പറയും. അതറിയൂ എന്ന് പറയുന്നത് അർജുനോട്. അപ്പൊ അതൊക്കെ എന്നിൽ നിന്നുണ്ടായതാണ്. പക്ഷെ ആ ഭാവങ്ങളിൽ ഞാൻ പൂർണ്ണമായിട്ടുണ്ടെന്ന് കരുതാൻ പറ്റില്ല എന്ന് പറയും. പക്ഷെ തിരിച്ച് അത് പൂർണ്ണമായും എന്നിലുള്ള ആ ഭാവങ്ങൾ പൂർണ്ണമായും എന്നിലാണ്. പക്ഷെ ഞാൻ അതിൽ പൂർണ്ണമായിട്ടില്ല. ത്വഹം തേ ഇഷ്യത്തെ മയീന. അപ്പൊ ഈ ഗുണങ്ങളുടെ ഭാവങ്ങൾ, ഈ ത്രിഗുണങ്ങളിലെ ഭാവങ്ങളൊക്കെ ഭഗവാനിൽ തന്നെ ഭഗവാനിൽ നിന്നാണ് ഉണ്ടായിരിക്കുന്നത് അല്ലെ? അങ്ങനെയാണെങ്കിൽ നേരത്തെ പറഞ്ഞല്ലോ, ചിലത് മാത്രം വേർതിച്ച് ഇത് ഞാനാണ് അത് ഞാനാണ് എടുത്തു പറഞ്ഞിട്ടുണ്ട് ഭഗവാൻ. അതെന്തായിരിക്കും കാരണം? അതിന് കാരണം ഇത്രയേ ഉള്ളൂ. ഇപ്പോ നമ്മൾ ഈ പ്രപഞ്ച ദൃശ്യങ്ങൾ കാണുന്നുണ്ട് അല്ലെ? പ്രപഞ്ചം തന്നെ ജഡമാണ്. അപ്പൊ ജഡമായിരിക്കുന്ന ഈ പ്രപഞ്ച ദൃശ്യങ്ങളെ എല്ലാവർക്കും അതൊക്കെ ബ്രഹ്മസ്വരൂപമായിട്ട് കാണാൻ കഴിഞ്ഞോളണമെന്നില്ല എല്ലാവർക്കും അല്ലെ? നമുക്ക് എല്ലാവർക്കും കാണാൻ പറ്റില്ല. നമുക്ക് കാണാൻ പറ്റില്ലല്ലോ. നമുക്കിപ്പോ എല്ലാറ്റിനെയും ബ്രഹ്മമായിട്ട് കാണാൻ പറ്റുന്നുണ്ട്. നമ്മൾ ഇത്രയൊക്കെ കേട്ട് കഴിഞ്ഞാലും നമുക്കത് കിട്ടുന്നില്ല അല്ലെ? സാധിക്കുന്നില്ല. ഒരാള് നമ്മളെ ചീത്ത വിളിച്ചു കഴിഞ്ഞാൽ അത് ബ്രഹ്മമാണ് ചീത്ത വിളിക്കുന്നത് നമുക്ക് മനസ്സിലാക്കാൻ പറ്റില്ല. ശരിയല്ല? നമ്മൾ ഉടനെ റിയാക്ട് ചെയ്യും. നമുക്ക് റെസ്പോണ്ട് ചെയ്യാൻ കുഴപ്പമില്ല. റെസ്പോണ്ട് ചെയ്യാം. റെസ്പോൺസ് റിയാക്ഷൻ രണ്ടാണ് അല്ലെ? അത് നേരത്തെ പറഞ്ഞു. റെസ്പോണ്ട് ചെയ്യാന്ന് പറഞ്ഞാൽ വിത്ത് അവയർനെസ് ആണ് നമ്മൾ റെസ്പോണ്ട് ചെയ്യും. റിയാക്ഷൻ എന്ന് പറഞ്ഞാൽ അവയർനെസ് ഇല്ല, ബോധമില്ല. അവരെന്തോ പ്രവർത്തിച്ചു അല്ലെങ്കിൽ എന്തോ പറഞ്ഞു, നമ്മൾ ഡിസ്റ്റർബ്ഡ് ആയി. അതാണ് റിയാക്ഷൻ എന്ന് പറയുന്നത്. അപ്പോ മറ്റൊരു റെസ്പോൺസ് ആവാം. അപ്പൊ ഈ ജഡ ദൃശ്യങ്ങളെ മുഴുവൻ ബ്രഹ്മസ്വരൂപമായി കാണാൻ കഴിയാത്ത ആൾക്ക് അയാളെ സ്റ്റെപ്പ് ബൈ സ്റ്റെപ്പായിട്ട് ആ തലത്തിലേക്ക് ഉയർത്തണം അല്ലെ? അതാണല്ലോ ഭഗവാന്റെ ലക്ഷ്യം. അപ്പൊ അതിനാദ്യമായിട്ട് എന്താ പറഞ്ഞാൽ, വളരെ ദിവ്യങ്ങളായ സൂക്ഷ്മമായ ചിലതിൽ തന്റെ ഭാവം ചൂണ്ടിക്കാണിച്ചു. അത്രേ ഉള്ളൂ എന്നാണ് പറയുന്നത്. എന്നിട്ട് അവസാനം പറയുന്നത് എന്താ? ഇതൊക്കെ ഞാൻ തന്നെയാണ് എന്ന് പറയാം. ഇതെല്ലാം ഞാൻ തന്നെയാണ്. ഇപ്പൊ ഇനി വരുന്ന അധ്യായത്തിൽ 10ാമത്തെ അധ്യായത്തിൽ വിഭൂതി യോഗം അതില് കൂടുതൽ പറയുന്നുണ്ട്. കാരണം അതില് ചിലർക്ക് ആ ദിവ്യമായ ഭാവങ്ങളിൽ മനസ്സ് ഏകാഗ്രപ്പെടും അല്ലെ? അതിൽ ഏകാഗ്രപ്പെട്ട് കഴിഞ്ഞാൽ പിന്നെ ഇതൊക്കെ ഒരേ തത്വം എന്ന് അനുഭവിക്കാൻ അവർക്ക് ബുദ്ധിമുട്ടുണ്ടാവില്ല. അപ്പോ പരബ്രഹ്മത്തില്, പരമാത്മ തത്വത്തില് കടലിൽ നിന്ന് എങ്ങനെയാണോ തിരകള് കുമിളകളൊക്കെ ഓരോ നിമിഷവും ഉണ്ടായി മറയുന്നത്, അതേപോലെയാണ് പരബ്രഹ്മത്തില് സത്വഗുണം, രജോ ഗുണം, തമോ ഗുണം എന്നുള്ള ഭാവങ്ങള് ഉണ്ടായി മറഞ്ഞു പോകുന്നു. അപ്പൊ തിരകളില് ഇപ്പൊ കടലിന്റെ ഭാഗമാണ് തിരകൾ അല്ലെ? കടലിൽ നിന്നാണ് തിരകൾ ഉണ്ടാവുന്നത്. പക്ഷെ തിരകളിൽ കടലില്ല. ശരിയല്ലേ? സമുദ്രത്തിൽ കുമിളകൾ ഉണ്ടാവുന്നു, പക്ഷെ കുമിളയിൽ സമുദ്രമില്ല. അതേപോലെയാണ് പരമാത്മ തത്വത്തിൽ നിന്ന് ഭാവങ്ങൾ ഉണ്ടാവുന്നു, പക്ഷെ ഭാവങ്ങളിൽ പരമാത്മ തത്വം പൂർണ്ണമായിട്ടില്ല. അപ്പൊ അതേപോലെയാണ് ഈ 3 ഗുണങ്ങളുടെ ഭാവങ്ങളിൽ പൂർണ്ണമായിട്ട് ബ്രഹ്മമുണ്ടെന്ന് കരുതാൻ പറ്റില്ല എന്ന് പറയാം. കാരണം കടൽ എന്ന് പറയുന്നത്, സമുദ്രം എന്ന് പറയുന്നത് തിരകളെക്കാട്ടിലും കുമിളകളെക്കാട്ടിലും കടന്നു നിൽക്കുന്നതാണ്. അതേപോലെ തന്നെയാണ് ഈ ബ്രഹ്മം എന്ന് പറയുന്നത് ഈ ഗുണഭാവങ്ങൾക്ക് അതീതമാണ്, അതിനെ കടന്നു നിൽക്കുന്നതാണ്. പക്ഷെ തിരകളും കുമിളകളും കടലിലാണ് സ്ഥിതി ചെയ്യുന്നത്. അതേപോലെ തന്നെയാണ് ഈ ഗുണഭാവങ്ങള്, ത്രിഗുണങ്ങളുടെ ഭാവങ്ങള് പൂർണ്ണമായിട്ട് സ്ഥിതി ചെയ്യുന്നത്, നിലനിൽക്കുന്നത് ബ്രഹ്മത്തിലാണ്. അതാണ് മനസ്സിലാക്കേണ്ടത് എന്ന് പറയും. അപ്പൊ തിരകളോ കുമിളകളോ എന്നൊക്കെ പറഞ്ഞാൽ കടലിന്റെ ചെറിയൊരു ഭാഗം മാത്രമാണ് അല്ലെ? ചെറിയൊരു ഭാഗമാണ്. അപ്പൊ അതേപോലെ തന്നെ ഈ പ്രപഞ്ച ദൃശ്യങ്ങൾ, ഈ പ്രപഞ്ചം എന്ന് പറയുന്നത് ത്രിഗുണമയമാണ്. അപ്പൊ ഈ ത്രിഗുണമായ പ്രപഞ്ച ദൃശ്യങ്ങള് ബ്രഹ്മത്തിന്റെ ചെറിയ ഭാവങ്ങൾ മാത്രമാണ് എന്നാണ് പറയുന്നത്. അപ്പൊ ഇതിൽ പൂർണ്ണമായിട്ടും ബ്രഹ്മമില്ല. പറയാനുള്ള കാരണം അതാണ്. അപ്പൊ ഇനി ഇതിന്റെ ഈ 3 ഗുണങ്ങളെ കുറിച്ച് അടുത്ത അധ്യായത്തിൽ, 14ാമത്തെ അധ്യായത്തിൽ ഡീറ്റെയിൽ ആയിട്ട് പറയുന്നുണ്ട്. അത് ആ സമയത്ത് നമുക്ക് ഒന്നുകൂടെ വ്യക്തമാവും. അപ്പൊ ഒരു വസ്തുവിൽ വേർതിരിച്ച് കാണപ്പെടുന്ന ചെറിയ അതിന്റെ ഭാവങ്ങള് ആ വസ്തുവിന്റെ തന്നെ ഭാഗമാണ് അല്ലെ? വസ്തുവിന്റെ അംശമാണ് യഥാർത്ഥത്തിൽ. പക്ഷേ ആ നാമരൂപങ്ങൾക്ക് നമ്മൾ പ്രാധാന്യം കൊടുത്ത് അതിനെ യഥാർത്ഥത്തിലുള്ള വസ്തുവിൽ നിന്ന് വേർതിരിച്ച് കാണുകയാണെങ്കിൽ ആ വസ്തുവിന്റെ യഥാർത്ഥമായ പൂർണ്ണരൂപം മറഞ്ഞു പോകും എന്നാണ് പറയുന്നത്. ഇപ്പൊ കടലിലെ തിരമാലകൾ വരുന്നു. ആ തിരമാല എന്നുള്ള നാമരൂപത്തിൽ നമ്മൾ കുടുങ്ങിപ്പോയി കഴിഞ്ഞാൽ, അതിന് പ്രാധാന്യം കൊടുത്തു കഴിഞ്ഞാൽ
കടലിനെ കാണാനായിട്ട് പറ്റില്ല. കടലിന്റെ മഹത്വം മനസ്സിലാവില്ല, അല്ലെ? അപ്പൊ അതുകൊണ്ട് ഈ ത്രിഗുണഭാവങ്ങളെയൊക്കെ വേറെ വേറെ കണ്ട് മോഹിക്കുന്നവർക്ക് പരമസത്യം എന്താണെന്ന് അറിയാൻ കഴിയാതെ പോകുന്നതാണ് തുടർന്ന് അടുത്ത ശ്ലോകത്തിൽ ഭഗവാൻ പറയുന്നതാണ്. അപ്പൊ നമ്മൾക്ക് പറ്റുന്നതാണ് ഈ പ്രപഞ്ചം എന്ന് പറയുന്നത്. ഈ ത്രിഗുണ ഭാവമാണ് യഥാർത്ഥത്തിൽ പ്രപഞ്ചം, അല്ലെ? പ്രപഞ്ചം ത്രിഗുണാത്മകമാണല്ലോ, 3 ഗുണങ്ങളും നിറഞ്ഞിരിക്കുന്നു. അപ്പൊ ആ 3 ഗുണങ്ങളുടെ പ്രകടനമാണ് ഈ പ്രപഞ്ചം എന്ന് പറയുന്നത്. അപ്പൊ ഇതിൽ പ്രപഞ്ചത്തിൽ കുടുങ്ങിക്കഴിഞ്ഞാൽ, ഇതിനെ പ്രാധാന്യം കൊടുത്ത് അതിൽ നമ്മൾ പെട്ടുപോയി കഴിഞ്ഞാൽ അതിന്റെ പുറകിലുള്ള അതെവിടെ നിന്നാണ് ഉണ്ടായത്, അതിന്റെ സോഴ്സ് നമുക്ക് കണ്ടെത്താനായിട്ട് പറ്റില്ല എന്നാണ് പറയുന്നത്. അതാണ് അടുത്ത ശ്ലോകത്തിൽ അതാ പറയാൻ പോകുന്ന. അത് നമുക്ക് നാളെ നോക്കാം. നാളെ അതിനെക്കുറിച്ച് നമുക്ക് എക്സ്പ്ലെയിൻ ചെയ്യാം. ഓക്കെ, റൈറ്റ്. കണ്ണുകൾ അടച്ചു വയ്ക്കൂ. ക്ലോസ് യുവർ ഐസ്. കണ്ണുകൾ അടച്ചു വയ്ക്കൂ. ദീർഘമായ ശ്വാസം എടുക്കാം. സാവകാശം പുറത്തേക്കിടാം. കൈകൾ അയഞ്ഞിരിക്കുന്നു, തോളുകൾ അയഞ്ഞിരിക്കട്ടെ. തന്നിൽ തന്നെ വിശ്രമിക്കൂ. ബി വിത്ത് യുവർസെൽഫ്. ഓം സം സമിദ്ധ്യുവസേ വൃഷന്നഗ്നേ വിശ്വാനര്യ ഇളസ്പദേ സമിദ്ധ്യസേ സനോ വസൂന്യാഭരാ സംഘച്ഛധ്വം സംവദധ്വം സംവോമനാംസി ജാനതാം ദേവാഭാഗം യഥാ പൂർവേ സഞ്ജാനാനാ ഉപാസത്തെ സമാനോ മന്ത്രസ്സമിതി സമാനീ സമാനം മനസ്സഹ ചിത്തമേഷാം സമാനം മന്ത്രമഭിമന്ത്രയേവ സമാനേന ഊഹവിഷാ ജുഹോമി സമാനീവ ആഗൂതി സമാനാ ഹൃദയാനിവഹ സമാനമസ്തു വോ മനോ യഥാ വസ്തു സഖാസതി നമോ ബ്രഹ്മണേ നമോ വസ്ത്വഗ്നയേ നമ പൃഥവ്യേ നമ ഓഷധിഭ്യഃ നമോ വാചി നമോ വാചസ്പതയേ നമോ വിഷ്ണവേ ബൃഹദേ കരോമി. ഓം ശാന്തി ശാന്തി ശാന്തി. ദീർഘമായ ശ്വാസമെടുക്കാം. സാവകാശം പുറത്തേക്ക് വിടാം. സ്വന്തം ശരീരത്തിലേക്കും ചുറ്റുപാടുകളിലേക്കും ശ്രദ്ധ കൊണ്ടുവന്നുകൊണ്ട് പൂർണ്ണ തൃപ്തിയോടുകൂടി വളരെ സന്തോഷപൂർവ്വം സാവകാശം കണ്ണുകൾ തുറക്കാം.